നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കണമെന്ന ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം. ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളിൽ എത്തുന്ന രോഗികളും മാസ്ക് ഉപയോഗിക്കണം. മാസ്ക് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും മുൻകരുതലായും രോഗവ്യാപനം തടയാനും ഉപയോഗിക്കണമെന്ന മുന്നറിയിപ്പ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. സമരം മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന അന്യായ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് പെനാൽറ്റി രാജാണെന്ന് നേതാക്കൾ. വണ്ടൻമേട് പുറ്റടി CHCയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ചതായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ്. നടപടി ഡോക്ടർമാരുടെ കുറവ് ഉൾപ്പെടെ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രിക്ക് മുൻപിൽ നടന്ന ജനകീയ സമരത്തിന് പിന്നാലെ ആരോഗ്യവകുപ്പ് അടിയന്തരമായി ആശുപത്രിയിൽ നിയമിച്ചത് 4 ഡോക്ടർമാരെ. രാജാക്കാട്ടിൽ അനുവദിച്ച ഫയർഫോഴ്സ് യൂണിറ്റിന്റെ നിർമ്മാണം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാമെന്ന് ഗ്രാമപഞ്ചായത്ത് അറിയിച്ചിരുന്നെങ്കിലും പദ്ധതി നടപ്പിലായില്ല. തോട്ടം കാർഷിക മേഖലയിൽ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഫയർഫോഴ്സ് എത്തുന്നത് കിലോമീറ്ററുകൾ അകലെയുള്ള മേഖലകളിൽ നിന്ന്. വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കണമെന്ന ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം. ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളിൽ എത്തുന്ന രോഗികളും മാസ്ക് ഉപയോഗിക്കണം. മാസ്ക് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും മുൻകരുതലായും രോഗവ്യാപനം തടയാനും ഉപയോഗിക്കണമെന്നാണ് മുന്നറിയിപ്പ്. കോവിഡ് രോഗവ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന ഉന്നതതല യോഗം വിലയിരുത്തി. അനാവശ്യ ഭീതി വേണ്ടെന്നും കടുത്ത നിയന്ത്രണങ്ങളും ആവശ്യമില്ലെന്നും യോഗം വ്യക്തമാക്കി. കോവിഡ് കേസുകളിൽ വർധനവുള്ളത് എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണെന്നും ഇവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ആവശ്യത്തിന് ഐസൊലേഷൻ ICU ബെഡുകൾ ഉറപ്പാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. മരണക്കണക്കിൽ ആശങ്ക വേണ്ടെന്നും യോഗം വ്യക്തമാക്കി. റാൻഡം പരിശോധന നടത്തേണ്ടെന്നും രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്നും ഉന്നതതല യോഗം നിർദ്ദേശിച്ചു. അതേസമയം അതിവേഗം പടരുന്ന കോവിഡിന്റെ JN1 വകഭേദം കേരളത്തിന് ആശങ്കയായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 115 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 1749 ഉയർന്നു. കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്രം മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരുന്നു. കോവിഡ് കേസുകൾ ഉയരുന്നതിൽ നിതാന്ത ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം. പരിശോധന ഉറപ്പാക്കണം. രോഗം സ്ഥിരീകരിക്കുന്ന സാമ്പിളുകൾ ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കണം. ഉത്സവകാലം മുന്നിൽ കണ്ട് രോഗം പടരാനുള്ള സാധ്യത ഒഴിവാക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ. രാജ്യത്തെ 89.38% കോവിഡ് കേസുകളും നിലവിൽ കേരളത്തിലാണ്. കട്ടപ്പന നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന അന്യായ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് CB കൊല്ലംകുടി ധർണ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന അന്യായ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരം സംഘടിപ്പിച്ചത്. സംസ്ഥാന വ്യാപകമായി സമരം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന നഗരസഭയ്ക്ക് മുൻപിലും ധർണ നടന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കടകളടച്ചും വ്യാപാരികൾ പ്രതിഷേധിച്ചു. സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും നിരവധി ആളുകൾ പങ്കെടുത്തുകൊണ്ട് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി നഗരസഭയ്ക്ക് മുൻപിൽ സമാപിച്ചു. മുഴുവൻ വ്യാപാരികളും സ്വന്തം ചിലവിലും ഉത്തരവാദിത്വത്തിലും എല്ലാ കടകളിലും ജൈവം, അജൈവം, ആപൽക്കരം എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കുന്ന നിറത്തിലും വലിപ്പത്തിലുമുള്ള 3 വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച് അതിൽ പൊതുജനങ്ങൾ കൂടി നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച അധികൃതർ നിശ്ചയിക്കുന്ന ഭീമമായ ഫീസ് നൽകി നിർമ്മാർജ്ജനം ചെയ്യണമെന്നും മാലിന്യ സംസ്കരണം സംബന്ധിച്ച് വളരെയധികം നിബന്ധനകൾ പാലിച്ചുകൊള്ളാമെന്ന് ഓരോ വ്യാപാരിയും സമ്മതപത്രം നൽകണമെന്നും സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു.
ഇതിൽ വീഴ്ച വരുത്തിയാൽ വൻതുക പിഴ ഈടാക്കാനുള്ള നിർദ്ദേശവും ഈ ഉത്തരവിലുണ്ട്. ടൗണുകളിലെയും പൊതുനിരത്തുകളിലെയും മാലിന്യ പ്രശ്നങ്ങൾ മുഴുവൻ വ്യാപാരികളുടെ ചുമലിൽ അടിച്ചേൽപ്പിക്കുന്ന അന്യായമായ ഉത്തരവിനെതിരെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനമൊട്ടാകെ സമരം നടത്തിയത്. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി കട്ടപ്പനയിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ ഫണ്ടില്ലാത്തതിനാൽ പെനാൽറ്റി രാജാണ് കേരളത്തിൽ നടത്തുന്നതെന്നും പിഴകൾ അടച്ച് സാധാരണക്കാർ ബുദ്ധിമുട്ടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പെനാൽറ്റി രാജാണ് സത്യത്തിൽ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യങ്ങൾക്ക് വന്നാലും പെനാൽറ്റി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു സ്കൂട്ടറിൽ കയറിയാൽ അവൻ 50 മീറ്റർ വീഴുന്നേരും അവൻ ഹെൽമെറ്റ് വെച്ചിന്റെ പെനാൽറ്റി, അവന്റെ കൊച്ചിനെ മടിയിൽ നിർത്തിയ പെനാൽറ്റി, അവന്റെ ഭാര്യയെ പുറകിൽ നിർത്തിയ പെനാൽറ്റി, AI ക്യാമറ, ഒരുപാട് കാര്യങ്ങളാണ്. ഈ AI ക്യാമറ വിവാദം വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഗവൺമെന്റ് പറഞ്ഞത് എന്താണ്, ഒറ്റ വർഷം കൊണ്ട് കാശ് വരും എന്നാ പറഞ്ഞേ. 325 കോടി രൂപ ഒറ്റ വർഷം കൊണ്ട് വരും. ഫലത്തിൽ എന്താണ് AI ക്യാമറ വെച്ചിരിക്കുന്ന ഉദ്ദേശം? പെനാൽറ്റി വിധിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് ഈ രാജ്യത്തെ ഏറ്റവും ദുർബലമായിട്ടുള്ള വിഭാഗങ്ങളെ കുത്തിപ്പിഴിയുന്ന സംസ്കാരത്തിലേക്കാണ് ഗവൺമെന്റ് വരുന്നത്. ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. നമുക്കറിയാം, ഒരു വ്യാപാരിയുടെ കടയിൽ കയറി ഈ മാലിന്യ ബോക്സുകളിൽ എന്തെങ്കിലും അപാകത, ഇവർ പറയുന്ന നിഷ്കർഷിക്കുന്ന നിറമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവർ നിഷ്കർഷിക്കുന്ന വലുപ്പമില്ലെങ്കിൽ, ഇവര് നിഷ്കർഷിക്കുന്ന രീതിയിലല്ല വെച്ചിരിക്കുന്നതെങ്കിൽ 10,000 മുതൽ 50,000 രൂപ വരെ പിഴയടിക്കാൻ നിയമമുണ്ടെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് അധ്യക്ഷത വഹിച്ച ധർണയിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KP ഹസൻ, യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോമോൻ ജോസ്, ജില്ലാ സെക്രട്ടറി PK മാണി, വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി റോസമ്മ മൈക്കിൾ, ട്രഷറർ സാജൻ ജോർജ്, KP ബഷീർ, പൊന്നച്ചൻ ജോസഫ്, PK ജോഷി, വിൻസെന്റ് വി കുര്യൻ, G രാജേന്ദ്രക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. ടൗണുകളിലെയും പൊതുനിരത്തുകളിലെയും മാലിന്യ പ്രശ്നങ്ങൾ മുഴുവൻ വ്യാപാരികളുടെ ചുമലിൽ അടിച്ചേൽപ്പിക്കുന്ന അന്യായമായ ഉത്തരവിനെതിരെയാണ് സമരം സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനമൊട്ടാകെ നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായാണ് ജില്ലയിലും സമരം സംഘടിപ്പിച്ചത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണയ്ക്ക് മുന്നോടിയായി താഴ്ത്തി വണ്ടൻമേട്ടിൽ നിന്നും പ്രകടനമായാണ് വ്യാപാരികൾ എത്തിയത്. പഞ്ചായത്ത് രാജ് വാങ്ങി മുഴുവൻ വ്യാപാരികളും സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും എല്ലാ കടകളിലും ജൈവം, അജൈവം, ആപൽക്കരം എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കുന്ന നിറത്തിലും വലിപ്പത്തിലുമുള്ള 3 വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച അതിൽ പൊതുജനങ്ങൾ കൂടി നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച അധികൃതർ നിശ്ചയിക്കുന്ന ഫീസ് നൽകി നിർമ്മാർജ്ജനം ചെയ്യണമെന്ന ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ വീഴ്ച വരുത്തിയാൽ വൻതുക പിഴ ഈടാക്കാനുള്ള നിർദ്ദേശവും ഉത്തരവിലുണ്ട്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേറ്റുകുഴി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് മഞ്ഞാടിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇപ്പോൾ തന്നെ മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നുണ്ട്. അതിനുള്ള ഫീസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞാണ് 3 തരത്തിൽ നമ്മൾ ശേഖരിച്ച് ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ, മറ്റേ അപകടകരമായ മാലിന്യങ്ങൾ എന്നിങ്ങനെ 3 ബിന്നുകളിൽ ശേഖരിച്ച് നമ്മൾ വയ്ക്കുക എന്നുള്ളതല്ലാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമാണ് ഇവർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി എന്ത് ചെയ്യണം എന്ന് പറയുന്നില്ല. പക്ഷേ ബഹുമാനപ്പെട്ട വണ്ടൻമേട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് ഈയിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ജൈവ മാലിന്യങ്ങൾ ഒരു പഞ്ചായത്തും എടുക്കുന്നില്ലെങ്കിലും ഞങ്ങളത് കൃത്യമായിട്ട് കൊണ്ടുപോയിക്കോളാം. ഇവിടെ ഈ തുമ്പൂർ മുഴി മോഡൽ മാലിന്യ സംസ്കരണ പ്ലാന്റുണ്ട്. അവിടെ ഇത് ജൈവവളമാക്കി അവർ വിൽപ്പന നടത്തുന്നുണ്ട്. അതിൻ്റെ ജൈവവളത്തിൻ്റെ ഒരു വിൽപ്പനയുടെ ഉദ്ഘാടനം ഈയിടെ ഇവിടെ നടക്കുകയുണ്ടായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുറ്റടി യൂണിറ്റ് പ്രസിഡന്റ് MC രാജു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വണ്ടൻമേട് യൂണിറ്റ് പ്രസിഡന്റ് S തങ്കവേലു, കൊച്ചറ യൂണിറ്റ് പ്രസിഡന്റ് TK അബ്രഹാം, സുനിൽ വണ്ടൻമേട് തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന അന്യായ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു.
മുഴുവൻ വ്യാപാരികളും സ്വന്തം ചിലവിലും ഉത്തരവാദിത്വത്തിലും എല്ലാ കടകളിലും ജൈവം, അജൈവം, ആപൽക്കരം എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കുന്ന നിറത്തിലും വലിപ്പത്തിലുമുള്ള 3 വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച് അതിൽ പൊതുജനങ്ങൾ കൂടി നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് അധികൃതർ നിശ്ചയിക്കുന്ന ഭീമമായ ഫീസ് നൽകി നിർമ്മാർജ്ജനം ചെയ്യണമെന്നും മാലിന്യ സംസ്കരണം സംബന്ധിച്ച് വളരെയധികം നിബന്ധനകൾ പാലിച്ചുകൊള്ളാമെന്ന ഓരോ വ്യാപാരിയും സമ്മതപത്രം നൽകണമെന്നുമാണ് സർക്കാർ ഉത്തരവ്. ഇതിൽ വീഴ്ച വരുത്തിയാൽ വൻതുക പിഴ ഈടാക്കുവാനുള്ള നിർദ്ദേശവും ഉത്തരവിലുണ്ട്. ടൗണുകളിലെയും പൊതുനിരത്തുകളിലെയും മാലിന്യ പ്രശ്നങ്ങൾ മുഴുവൻ വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അന്യായമായ ഉത്തരവിനെതിരെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പരിപാടികൾ നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിലും ധർണ സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് അധ്യക്ഷത വഹിച്ച സമരം ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണമൊക്കെ കൊടുത്ത് ഈ നാടിന്റെ ഭാഗമായത് കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ഭാഗമായി നവകേരള യാത്ര വന്നപ്പോ പരാതിയുമായി ബുദ്ധിമുട്ട് നിൽക്കുന്ന 10,000-കണക്കിന് ജനങ്ങൾക്ക് ഭക്ഷണം പഴവും കൊടുത്തുകൊണ്ട് അവർക്ക് ആശ്വാസം എത്തിക്കുവാൻ വ്യാപാര സമൂഹം തയ്യാറായി. എന്തിന് നാട്ടിലെ ധർമ്മക്കാർ കയ്യിൽ നീട്ടി ഭിക്ഷയാചിക്കുമ്പോൾ അവർക്കൊരുള്ള ചോറിന് വേണ്ടി, അവർക്ക് ചായ വിൽക്കാൻ വേണ്ടി യാതൊരു മടിയില്ലാതെ പണം കൊടുക്കുന്ന സമൂഹമായി ഇവിടുത്തെ വ്യാപാരികൾ സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് പലരും തുറന്നു വെച്ച് അവർക്ക് എന്താ സംഭവം അറിയില്ല. അവർക്ക് ഇതിനകത്ത് കെണിയറിയില്ല. ഇതിനകത്ത് നമുക്ക് ആടിനെ എടുക്കുവാൻ ആ ഇറച്ചിക്കടക്കാരൻ ഇങ്ങനെ പുല്ല് കാട്ടി ആടിനെയും പോത്തിനെയും ഒക്കെ കൊണ്ടുവന്ന പോലെ ഇങ്ങനെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ സർക്കാരുമൊക്കെ ഇങ്ങനെ പുല്ല് കാട്ടി നമ്മളെ കൊണ്ടുപോയി വലിയൊരു കുടുക്കിലേക്ക് ആക്കുന്ന സംവിധാനമാണ് ഇതിനോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശങ്കരൻകുട്ടി, വണ്ടിപ്പെരിയാർ യൂണിറ്റ് ഭാരവാഹികളായ എസ് എം ജയിലാനി, ടി എച്ച് തമ്പി, റിയാസ് പി ഹമീദ്, ടി സി ഗോപാലകൃഷ്ണൻ, ബിലാൽ ഷരീഫ്, അനൂപ് ഇസ്മായിൽ, മ്ലാമല യൂണിറ്റ് ഭാരവാഹികളായ ബെന്നി, സുരേഷ് വാളാടി, അഫ്സൽ ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉപ്പുതറ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു വേങ്ങവേലി ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണം വ്യാപാരികളുടെ തലയിൽ കെട്ടിവെക്കാനും വൻപിഴ ചുമത്താനുമുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉപ്പുതറ യൂണിറ്റ് കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചത്. പാലം ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെത്തിയ ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു വേങ്ങവേലി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സിബി ജോസഫ് അധ്യക്ഷനായിരുന്നു. ഷാജി മോഡേൺ, സുനിൽ ചാലുങ്കൽ, ജേക്കബ് പനന്താനം, ഉണ്ണി സി എൻ, മോഹനൻ വെള്ളാശ്ശേരി, ബിനോയ് തോമസ്, രാജൻ തുഷാര എന്നിവർ സംസാരിച്ചു. വണ്ടൻമേട് പുറ്റടി CHCയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ചതായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് അറിയിച്ചു. ഡോക്ടർമാരുടെ കുറവുൾപ്പെടെ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ആശുപത്രിക്ക് മുൻപിൽ ജനകീയ സമരം നടന്നിരുന്നു. ഇതേ തുടർന്നാണ് അടിയന്തര നടപടി. പുതുതായി 4 ഡോക്ടർമാരെയാണ് ആരോഗ്യവകുപ്പ് നിയമിച്ചത്. പുറ്റടി CHCയിൽ എല്ലാ ദിവസവും ഈവനിംഗ് ഒപിക്കായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് 1 ഡോക്ടറെ നിയമിച്ചതോടെയാണ് പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമായത്. തോട്ടം മേഖലയിലെ ജനങ്ങൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന പ്രധാന ആശുപത്രിയാണ് പുറ്റടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. 1 മാസം മുമ്പ് വരെ ഇവിടെ 5 ഡോക്ടർമാർ ഉണ്ടായിരുന്നു. ഇതിൽ 2 പേർ സ്ഥലം മാറിപ്പോയി. ഒരാൾ പ്രസവ അവധിയിലും മറ്റൊരാൾ ചികിത്സാർത്ഥം അവധിയിലുമായി. മറ്റൊരു ഡോക്ടർ വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും ജോലി നോക്കുകയാണ്. ഈവനിംഗ് ഒപിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടറുടെ കാലാവധി പൂർത്തിയായതോടെ ഉന്നത പഠനത്തിനായി ഈ ഡോക്ടർ പോവുകയും ചെയ്തു. ഇതോടെയാണ് പുറ്റടി CHCയിൽ ഡോക്ടർമാർ ഇല്ലാതായത്. ഇതോടെ പൗരസമിതി ചേർന്ന് സമരവും ആരംഭിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ പിടിപ്പുകേടാണ് പുറ്റടി ആശുപത്രിക്ക് ഈ ദുരവസ്ഥ ഉണ്ടാകാൻ കാരണമെന്ന ആരോപണവും ഉയർന്നു. പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചത്. ഇതേ തുടർന്ന് PSCയിൽ 2 ഡോക്ടർമാരെ സ്ഥിരമായി നിയമിക്കുകയും നെടുങ്കണ്ടത്ത് പ്രവർത്തിച്ച ഡോക്ടറെ തിരികെ എത്തിക്കുകയും ചെയ്തു. NHMൽ നിന്ന് 1 ഡോക്ടറെയും ബ്ലോക്ക് പഞ്ചായത്ത് ഈവനിംഗ് ഒപിക്കായി മറ്റൊരു ഡോക്ടറെയും ഇവിടെ നിയമിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് പറഞ്ഞു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നമുക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ 2 CHCകളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ പുറ്റടി ഹോസ്പിറ്റലിൽ ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടർ ഇല്ല എന്നുള്ള ഒരു പരാതിയുടെ പുറത്ത് ജനകീയമായിട്ടുള്ള ഒരു സമര പരിപാടികളിലേക്കും കാര്യങ്ങളിലേക്കുമൊക്കെ
നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധവും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉടുമ്പൻചോലയുടെ MLA മണിയാശാൻ അടക്കം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകളടക്കം കളക്ടറടക്കം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ആ പ്രതിസന്ധികൾ മാറുകയും അവിടെ 5 ഡോക്ടർമാർ ഈവനിങ് OPക്ക് അടക്കം 5 ഡോക്ടർമാരുടെ സേവനം ഇപ്പോൾ ലഭ്യമാകുന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോയിട്ടുണ്ട്. 5 ഡോക്ടർമാർ, അതിലൊരു ഡോക്ടർ നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്ത ഒരു സാറ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ആഴ്ചയിൽ 3 ദിവസവും PSC സ്ഥിര നിയമനമായിട്ട് 2 ഡോക്ടർമാരും NHMൻ്റെ ഒരു ഡോക്ടറും ഈവനിങ് OPക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നു. ഇന്നലെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് ഇന്ന് ഓർഡറാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് ചെയ്തിരുന്ന ഒരു ഡോക്ടറും കൂടി നിയമിച്ച് ഈവനിങ് OP കൂടി കാര്യക്ഷമമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ട് പ്രതിസന്ധികൾക്ക് അവിടുത്തെ ഡോക്ടർമാരില്ല എന്നുള്ള രീതിയിലുള്ള പ്രതിസന്ധികൾക്ക് മുഴുവൻ പരിഹാരവും കണ്ടെത്തിയിട്ടുണ്ട്. പുറ്റടി CHCയിൽ ഡോക്ടർമാരില്ലാതായതോടെ ജനങ്ങൾ സംഘടിച്ച് 24 മണിക്കൂർ സമരം നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിക്കാൻ നടപടിയായത്. രാജാക്കാട്ടിൽ അനുവദിച്ച ഫയർഫോഴ്സ് യൂണിറ്റിന്റെ നിർമ്മാണം പ്രഖ്യാപനത്തിലൊതുങ്ങി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാമെന്ന് ഗ്രാമപഞ്ചായത്ത് അറിയിച്ചിരുന്നെങ്കിലും പദ്ധതി നടപ്പിലായില്ല. തോട്ടം കാർഷിക മേഖലയിൽ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഫയർഫോഴ്സ് എത്തുന്നത് കിലോമീറ്ററുകൾ അകലെയുള്ള മേഖലകളിൽ നിന്നാണ്. 2019 പ്രഖ്യാപിച്ച രാജാക്കാട് മിനി ഫയർ സ്റ്റേഷന് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം ലഭിച്ചത് 2021 തുടർന്ന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നൽകാൻ പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചിരുന്നു. രാജാക്കാട് ബസ് സ്റ്റാൻഡിലെ കെട്ടിടം വിട്ടു നൽകാമെന്ന് ഗ്രാമപഞ്ചായത്ത് അറിയിക്കുകയും ചെയ്തു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. 2019 LDF മന്ത്രിസഭ രാജാക്കാട് ഒരു മിനി ഫയർ സ്റ്റേഷൻ അനുവദിക്കുന്നതിന് വേണ്ടി തീരുമാനമുണ്ടാക്കി. എന്നാൽ നാളിതുവരെയും ആ മിനി ഫയർ സ്റ്റേഷൻ രാജാക്കാടിൽ കൊണ്ടുവരുന്നതിന് വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, രാജാക്കാട് ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകടങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ പോവുകയോ തീ പിടിക്കുകയോ ചെയ്താൽ രാജാക്കാട് ഒരു ഫയർഫോഴ്സിന്റെ വണ്ടി എത്തിച്ചേരണമെങ്കിൽ ഒന്നെങ്കിൽ മൂന്നാറിൽ നിന്നോ അല്ലെങ്കിൽ അടിമാലിൽ നിന്നോ വേണം. ഇവിടെ ഒരു വിഷയം ഉണ്ടായാൽ, ഒരു വീട് കത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീട് കത്തിത്തീർന്നാലും ഫയർ സ്റ്റേഷൻ വന്ന് ഇവിടുത്തെ തീ അണയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് 2019 സർക്കാർ അനുവദിച്ച മിനി ഫയർ സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് രാജാക്കാട് നൽകിക്കൊണ്ട് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം എനിക്ക് പറയാനുള്ളത്. രാജാക്കാട്, രാജകുമാരി, സേനാപതി, ശാന്തൻപാറ, ബൈസൺവാലി, കൊന്നത്തടി പഞ്ചായത്തുകളിൽ അപകട സാഹചര്യങ്ങൾ ഉണ്ടായാൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു രാജാക്കാട് ഫയർഫോഴ്സിന്റെ പ്രഖ്യാപനം. നിലവിൽ 30 കിലോമീറ്ററുകളിൽ അധികം അകലെയുള്ള നെടുങ്കണ്ടം, അടിമാലി, മൂന്നാർ യൂണിറ്റുകളിൽ നിന്നുമാണ് അഗ്നിശമന സേന മേഖലകളിൽ എത്തുന്നത്. വിദൂര മേഖലകളിൽ നിന്നും ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയുടെ വീട്ടിൽ ഹിന്ദു ഐക്യവേദി മഹിളാ സംഘം സംസ്ഥാന ഭാരവാഹികൾ സന്ദർശനം നടത്തി. വാളയാറും വണ്ടിപ്പെരിയാറും ഒരേ ത്രാസിൽ തൂങ്ങുന്ന നീതി നിഷേധമാണെന്ന് ഹിന്ദു ഐക്യവേദി മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹനൻ പറഞ്ഞു. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ വീട്ടിലേക്ക് ഓരോ ദിവസവും നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദി മഹിളാ സംഘം സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളുമാണ് പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. വാളയാറും വണ്ടിപ്പെരിയാറും ഒരേ ത്രാസിൽ തൂങ്ങുന്ന നീതി നിഷേധമാണെന്നും നീതി ലഭിക്കും വരെ പെൺകുട്ടിയുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നും ഹിന്ദു ഐക്യവേദി മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹനൻ പറഞ്ഞു. ഈ മാതാപിതാക്കളുടെ കണ്ണുനീര് തോരുന്നത് വരെ ഉള്ള എല്ലാവിധ സപ്പോർട്ടും സഹായവും ഞങ്ങൾ ഇവർക്ക് നേടിക്കൊടുക്കും. അത് വാളയാർ പെൺകുട്ടിയുടെ അമ്മയും ഞങ്ങൾ നേരിട്ട് കണ്ടിരുന്നു, ഞങ്ങൾ സംസാരിച്ചിരുന്നു, അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തിരുന്നു. ഇന്നും ഞങ്ങളോടൊപ്പം അവരുണ്ട്, അവരോടൊപ്പം ഞങ്ങളുമുണ്ട്. അങ്ങനെ ഓരോ കേസും കേരളത്തിലെ പട്ടികജാതി വിഭാഗം നേരിടുന്ന ഇത്തരത്തിലെ നീതികേടിനെതിരെ പോരാടാൻ ഞങ്ങൾ സംഘടനാപരമായി സമര പരിപാടികൾക്ക് രൂപം കൊടുക്കും. ഞങ്ങൾ നിയമപരമായ പോരാട്ടവും തുടരും എന്ന് ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കും. ജില്ലാ പ്രസിഡന്റ് TK രാജു, മഹിളാ സംഘം ഭാരവാഹി പ്രതിഭ പ്രശാന്ത്, PG ജയകൃഷ്ണൻ, നാരായണ മേനോൻ, S ജയരാജ്, SP രാജേഷ്, സലിലൻ വണ്ടിപ്പെരിയാർ, രവീൻ രാജൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു.
തമിഴ്നാട്ടിൽ നിന്നും അയ്യപ്പ ഭക്തരുമായി എത്തിയ വ്യാജ വാഹനം കുമളിയിൽ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. ചെന്നൈ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഫോഴ്സ് ട്രാവലർ മറ്റൊരു വാഹനത്തിന്റെ രേഖകളും നമ്പരും ഒട്ടിച്ചാണ് കേരളത്തിലേക്ക് എത്തിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയില്ലാത്ത കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് വഴി ഇത്തരത്തിൽ നിരവധി വ്യാജ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെന്നാണ് സൂചന. കർണാടകയിൽ നിന്നും ട്രെയിൻ മാർഗം ചെന്നൈയിലെത്തിയ അയ്യപ്പ ഭക്തർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വാഹനം വാടകയ്ക്കെടുത്തത്. കുമളിയിൽ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റിലെത്തിയ വാഹനത്തിന്റെ ഡ്രൈവറുടെ ഇടപെടലിൽ അസ്വാഭാവികത തോന്നിയതോടെ ഉദ്യോഗസ്ഥർ വാഹനത്തിന്റെ രേഖകൾ പരിശോധിക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ ഓടുന്ന മറ്റൊരു വാഹനത്തിന്റെ രേഖകളും നമ്പരും പതിപ്പിച്ചാണ് വാഹനം എത്തിയതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതായി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മനീഷ് കെ സി പറഞ്ഞു. കുമളി ആറ്റുകാൽ ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടി നോക്കി വരുവേ ഒരു തമിഴ്നാട് വാഹനത്തിന്റെ പെർമിറ്റ് അവർ വെരിഫിക്കേഷന് ഹാജരാക്കിയ സമയത്ത് ഈ പെർമിറ്റ് കൊണ്ടുവന്ന ഡ്രൈവറുടെ സ്വഭാവത്തിന്റെ അസ്വാഭാവികത തോന്നുകയും ഞങ്ങൾ ഈ പെർമിറ്റ് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചപ്പോൾ ഇത് ഐഷർ മോട്ടോഴ്സ് നിർമ്മിച്ച വാഹനത്തെയാണെന്ന് മനസ്സിലായി. അതിന് പ്രകാരം ഈ വാഹനം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇത് ഫോഴ്സ് മോട്ടോഴ്സിന്റെ ട്രാവലർ ആണെന്ന് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിന്റെ ചേസിസ് നമ്പർ അതിന്റെ ജെന്യൂനിറ്റി അറിയാനായിട്ട് ഈ വാഹനത്തിന്റെ ചേസിസ് നമ്പർ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചപ്പോൾ ഈ വാഹനം അതായത് ഈ ഡ്രൈവർ കൊണ്ടുപോകുന്ന ഡോക്യുമെന്റ് ഫോർജഡ് ആണെന്ന് മനസ്സിലായിട്ടുള്ളതാണ്. ആയതിന് പ്രകാരം ഈ വാഹനം ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയും ഈ വാഹനത്തിൻ്റെ ഡ്രൈവറെ ഞങ്ങൾ കുമളി പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് കർണാടകയിൽ നിന്നും വന്ന 12 അയ്യപ്പ ഭക്തരായിരുന്നു. ഇവർ കർണാടകയിൽ നിന്ന് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും അവിടെ നിന്ന് വാടകയ്ക്ക് ഈ മാക്സി ക്യാബ് വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഈ വാഹനമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരെ ഞങ്ങൾ 2 വാഹനങ്ങളിലായിട്ട് കുമളി ടാക്സി സ്റ്റാൻഡിൽ നിന്നും 2 വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് ശബരിമലയിലേക്ക് ദർശനത്തിനായിട്ട് വിടുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ഡ്രൈവറെ ചോദ്യം ചെയ്തിരുന്ന എന്തെങ്കിലും ഡ്രൈവറെ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഈ വാഹനത്തിന്റെ ഒരു ആക്ടിംഗ് ഡ്രൈവറായിട്ട് ഇന്ന് കയറിയിട്ടുള്ളതാണ് പറയുന്നത്. വേറൊരു ഡോക്യുമെന്റ്സും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല. തമിഴ്നാട്ടിലെ ആരുടെ വാഹനം അങ്ങനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്? തമിഴ്നാട്ടിലത്തെ ഒരു ഓണറുടെ പേര് പറയുന്നുണ്ട്, പെർമിറ്റുള്ള ഓണറുടെ പേര് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ നമ്പറുള്ള വേറെ വാഹനം ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയും. ഈ ഒരു സീസണിൽ തിരക്ക് കാരണം മറ്റു ചെക്ക് പോസ്റ്റുകളിലും ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ ഈ വ്യാജ നമ്പർ അല്ലെങ്കിൽ കൂടുതലായിട്ട് വാഹനങ്ങൾ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ പോലും ലഭിക്കുന്നതല്ല. കാരണം ഈ അയ്യപ്പ ഭക്തർ അറിയുന്നില്ല ഇത് നമ്പർ പേക്കാണോ ഇല്ലെങ്കിൽ കൊണ്ടോ അവരറിയുന്നില്ല. ഒരേ നമ്പറിൽ പല വാഹനങ്ങൾ ഇങ്ങനെ ചെക്ക് പോസ്റ്റുകൾ കടന്ന് വരികയുണ്ടാകും. വരാനുള്ള സാധ്യതകൾ ഒരുപാടാണ് ഈ സീസണിൽ. ചെന്നൈ സ്വദേശിയായ ആൽവിൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. വാഹനത്തിലുണ്ടായിരുന്ന രേഖകൾ ഇയാളുടെ തന്നെ മറ്റൊരു വാഹനത്തിൻ്റെതാണ്. ശബരിമല സീസൺ മുൻനിർത്തി ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ടെന്നാണ് വിവരം. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയില്ലാത്ത കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലൂടെയാണ് ശബരിമലയിലേക്ക് എത്തുന്ന വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഈ ചെക്ക് പോസ്റ്റിലൂടെ ഇത്തരത്തിലുള്ള നിരവധി വ്യാജ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അയ്യപ്പ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പരിശോധനകൾ വേണ്ട എന്ന നിർദ്ദേശം മുതലെടുത്താണ് ഇത്തരക്കാർ കേരളത്തിലേക്ക് വാഹനങ്ങൾ എത്തിക്കുന്നത്. മതിയായ പെർമിറ്റ് എടുക്കാതെ കടന്നുവരുന്ന വാഹനങ്ങളും ഏറെയാണ്. കഴിഞ്ഞ 12-ാം തീയതി വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 59-ാം മൈൽ സ്വദേശി ദേവരാജ് മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ 12-ാം തീയതി രാത്രി 9 മണിയോടുകൂടിയാണ് ദേവരാജിനെ വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ വെച്ച തമിഴ്നാട് നാമക്കല്ലിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തരുടെ വാഹനം ഇടിച്ചത്. നടന്നുവരികയായിരുന്ന ദേവരാജിനെയാണ് വാഹനം ഇടിച്ചത്. അപകടത്തിൽ വാരിയലിനും തലയ്ക്കും ഇദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തു. വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. അവിടെ ചികിത്സയിലിരിക്കെയാണ് ദേവരാജ് മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ശ്രീകലയാണ് ഭാര്യ. ഏകമകൾ ശ്രീദേവി. വണ്ടിപ്പെരിയാർ ചുരക്കുളം കവലയ്ക്ക് സമീപം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 യുവാക്കൾക്ക് പരിക്ക്. വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശി മെർഫിൻ, ഏലപ്പാറ കോഴിക്കാനം എസ്റ്റേറ്റ് സ്വദേശികളായ ജോബിൻ, സുജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ചുരക്കുളം കവലയ്ക്ക് സമീപമാണ് 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ 3 യുവാക്കൾക്ക് പരിക്കേറ്റു. വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശി മെർഫിൻ, ഏലപ്പാറ കോഴിക്കാനം എസ്റ്റേറ്റ് സ്വദേശികളായ ജോബിൻ, സുജിത്ത് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. മെർഫിന് തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. ഏലപ്പാറയിൽ നിന്നും വരികയായിരുന്ന ബൈക്ക് ചുരക്കുളം കവലയ്ക്ക് സമീപത്ത് വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കുവാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വരികയായിരുന്ന മെർഫിൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മെർഫിൻ ബൈക്കിൽ നിന്നും തെറിച്ചു വീണു. 3 പേരെയും നാട്ടുകാർ ചേർന്ന് വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു.
കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. കട്ടപ്പന, കാഞ്ചിയാർ, ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്തമായി നടത്തുന്ന കട്ടപ്പന പോലീസ് സ്റ്റേഷൻ മാർച്ച് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്യുമെന്ന് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുംമൂട്ടിൽ പറഞ്ഞു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്കും നാളെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വമ്പിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിനാധാരമായ വിഷയം എന്ന് പറയുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ സമരങ്ങളെ, ജനകീയ സമരങ്ങളെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ പോലീസും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് വളരെ നീചമായി ക്രൂരമായി മർദ്ദിച്ച നരനായാട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്നത്. കട്ടപ്പന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തുന്നത്. അതുപോലെ കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയും ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റിയും കൂടെ ചേർന്നാണ് ഈ മാർച്ച് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇടുക്കി കവലയിൽ നിന്നും രാവിലെ 10:00 മാർച്ച് ആരംഭിക്കുകയും അത് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് അവിടെ വെച്ച് പ്രതിഷേധ യോഗമാണ് സംഘടിപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇരു വൃക്കകളും തകരാറിലായ വാഴത്തോപ്പ് മണിയാറൻകുടി സ്വദേശിയായ 23-കാരൻ ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. ചേലക്കൽ ബിജുവിന്റെയും രമണിയുടെയും മകൻ വിജയകുമാറാണ് വൃക്കകൾ മാറ്റിവെച്ച ജീവൻ നിലനിർത്താൻ നാട്ടിലെ സുമനസ്സുകളുടെ സഹായം തേടുന്നത്. 25 ലക്ഷത്തിലധികം രൂപയാണ് ഈ യുവാവിന് വൃക്കകൾ മാറ്റിവെക്കാനായി വേണ്ടത്. കോട്ടയത്ത് ഫിസിയോതെറാപ്പി ജോലി ചെയ്തിരുന്ന വിജയകുമാറിന് 4 മാസം മുൻപാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. വൃക്കകൾ തകരാറിലായെന്ന് കണ്ടെത്തിയതോടെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചു. വൃക്കകൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റു പരിഹാരമില്ലെന്നറിഞ്ഞതോടെ ഈ കുടുംബം തകർന്നുപോയി. മകന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ 25 ലക്ഷത്തിലധികം രൂപ എങ്ങനെ കണ്ടെത്തും എന്നതാണ് മാതാപിതാക്കളുടെ ആശങ്ക. മോനിപ്പോൾ അസുഖമായിട്ട് ഒരു 4 മാസത്തോളമായി മെഡിക്കൽ കോളേജിൽ കോട്ടയം ചികിത്സ. അവിടെ നിന്ന് പറഞ്ഞേക്കണേ ഇത് മാറ്റിവെക്കാനുള്ള ഇതേ ഉള്ളൂ, അല്ലെ ഡയാലിസിസ് മാറ്റിവെക്കണമെങ്കിൽ 25 ലക്ഷം രൂപ മുകളിലൊരു പൈസ ആകുമെന്ന് പറഞ്ഞേക്കണേ. അതുപോലെ ഡയാലിസിസിന് സൗകര്യം നോക്കിയാണ് ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. മറ്റേ കോട്ടയം പോയി വരാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആഴ്ച 2 ഡയാലിസിസ് ഉണ്ട്. ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വിജയകുമാറിന് വൃക്കകൾ നൽകാൻ തയ്യാറായി പലരും മുമ്പോട്ട് വന്നിട്ടുണ്ട്. ശസ്ത്രക്രിയ ഉൾപ്പെടെ ചെലവുകൾക്കായി 25 ലക്ഷത്തിലധികം രൂപ വേണമെങ്കിലും കൂലിവേലക്കാരായ മാതാപിതാക്കൾക്ക് ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ നിവർത്തിയില്ല. മകന്റെ ജീവൻ രക്ഷിക്കാനായി ഇപ്പോൾ നാട്ടിലെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. വിജയകുമാറിന്റെ സഹോദരി ഗോപികയുടെ പേരിൽ ഇതിനായി യൂണിയൻ ബാങ്ക് ചെറുതോണി ശാഖയിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. കരുണവറ്റാത്ത സുമനസ്സുകളുടെ സഹായങ്ങൾ ഈ അക്കൗണ്ടിലേക്ക് ലഭിക്കുമെന്നാണ് ഈ നിർധന കുടുംബത്തിന്റെ പ്രതീക്ഷ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വണ്ടൻമേട് ആമയാറ്റിൽ കർഷക വിപണി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നേരിട്ട് സംഭരിച്ച വ്യാപാരികൾക്ക് ലേലം ചെയ്ത് കൊടുക്കുന്നതിനായാണ് കർഷക വിപണി ആരംഭിച്ചിരിക്കുന്നത്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് ലേലം നടക്കുക. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 2014 ആരംഭിച്ച ഈ വിപണി ഇത് നമ്മുടെ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ 4ാം വാർഡിലെ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് കർഷകർക്ക് ഏറെ പ്രയോജനപ്രദമായ രീതിയിൽ കർഷകരുടെ ഉൽപ്പാദനങ്ങൾ നേരിട്ട് കൊണ്ടുവയ്ക്കുകയും അത് ലേലം വിളിച്ച് കർഷകർക്ക് ന്യായമായ വിലയ്ക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ ഇത് അധ്വാനിക്കുന്ന കർഷകനും അവർക്ക് മാന്യമായ ഒരു വില കിട്ടുകയും കൊണ്ടുപോകുന്നവർക്ക് അതിൻ്റെ ഒരു ലാഭം കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു വിപണിയാണിത്. നമുക്കറിയാം വണ്ടൻമേട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയുള്ള സ്ഥലമാണ്. ഒരുപാട് സ്ഥലങ്ങൾ തരിശായി കിടക്കുന്ന മേഖലകൾ 7ാം വാർഡ്, 8ാം വാർഡ്, 6ാം വാർഡ്, 5ാം വാർഡെല്ലാം നോക്കുമ്പോൾ ഒരുപാട് തരിശായി കിടക്കുന്ന നിലങ്ങൾ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ കിടപ്പുള്ള തരിശ് നിലങ്ങളിലെ മുൻകാലങ്ങളിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന മേഖലയാണ്.
കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിത ബ്ലോക്ക് തല ഫെഡറേറ്റഡ് സമിതിയുടെ നേതൃത്വത്തിൽ വിപണി പഞ്ചായത്തിന് കീഴിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. മണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യാരാജ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ആശാക്കുറുപ്പ് പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു ആദ്യ ലേലം നടത്തി. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സിബി അബ്രഹാം, രാജീവ് സന്തോഷ് കുമാർ, കട്ടപ്പന ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഗോവിന്ദരാജ്, പ്രമീള രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളുടെ പ്രചരണത്തിനായുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.പി. മൽക്ക ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളിലും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേടാനുള്ള സൗകര്യവും യാത്രയിൽ ഒരുക്കിയിട്ടുണ്ട്. നബാർഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, കൃഷി വിജ്ഞാന കേന്ദ്രം, ആത്മ, ഇന്ത്യ പോസ്റ്റ് തുടങ്ങി വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എല്ലാ പഞ്ചായത്തുകളിലും എത്തുന്നുണ്ട്. കമ്പളികണ്ടത്ത് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.പി. മൽക്ക നിർവഹിച്ചു. കിസാൻ ക്രെഡിറ്റ് കാർഡ്, മുദ്ര, സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹതയുള്ളവർക്ക് ക്യാമ്പിൽ വെച്ചു തന്നെ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യവും ആധാർ സേവനങ്ങളും യാത്രയിൽ ലഭ്യമാക്കി. ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വികസിത് ഭാരത് സങ്കല്പ് യാത്ര പ്രയാണം നടത്തുന്നത്. പരിപാടിയിൽ SBI പാറത്തോട് ബ്രാഞ്ച് മാനേജർ ബിമൽ തോമസ് അധ്യക്ഷനായിരുന്നു. നാഷണൽ ടീ ബോർഡ് അംഗം അഡ്വക്കേറ്റ് തുളസീധരൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാലി കുര്യാച്ചൻ, സുമംഗല വിജയൻ, ഗ്രീഷ്മ റിച്ചാർഡ്, ആതിര സനൂപ്, അനുമോൾ പോൾ എന്നിവർ സംസാരിച്ചു. വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു KD, KVK സയന്റിസ്റ്റ് ആഷിബ തുടങ്ങിയവർ പദ്ധതികൾ വിശദീകരിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ITIയുടെ ടൂറിസ്റ്റ് ഗൈഡ് ട്രേഡിന്റെ ഭാഗമായി ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്തി. കുമളി ഒട്ടകത്തലമേട്ടിലാണ് ക്ലാസ് നടന്നത്. ടെന്റ് ടൂറിസത്തെക്കുറിച്ചും ഉത്തരവാദിത്ത ടൂറിസത്തെക്കുറിച്ചുമാണ് ക്ലാസ് നടത്തിയത്. വിദേശത്തു നിന്നുള്ള ട്രാവൽ ബ്ലോഗർമാർ ഉൾപ്പെടെ ITI ടൂറിസം അധ്യാപകരായ ജോബി ജോസ്, സാബിൻ സക്കറിയ തുടങ്ങിയവർ ക്ലാസ്സിന് നേതൃത്വം നൽകി. ഇവിടെ ടെന്റ് ടൂറിസത്തിനെ കുറിച്ച് കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിനും അതിനെക്കുറിച്ചുള്ള ടൂറിസത്തിനകത്തെ അതിൻ്റെ ഒരു ബിസിനസ് സാധ്യതകളെക്കുറിച്ചും മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ഒരു ജോലി എന്നതിനേക്കാട്ടിലും ഉപരിയായിട്ട് എങ്ങനെ ഒരു സംരംഭകനാകാം, ടൂറിസത്തിനകത്തെ എങ്ങനെ ഒരു സംരംഭകനാകാം എന്നതിനെക്കുറിച്ച് ഇവിടെ നമുക്ക് പല ആൾക്കാർ ക്ലാസ്സുകൾ എടുത്തു കൊടുത്തു. അതോടൊപ്പം തന്നെ അഡ്വഞ്ചർ ടൂറിസത്തിനെയും ടെൻറ്റ് ടൂറിസത്തിനെയും സാധ്യതകളെക്കുറിച്ച് നമുക്ക് വിദേശത്തു നിന്ന് വന്ന ന്യൂസിലാൻഡുകാരനായ ഒരാൾ ക്ലാസ് എടുത്തു കൊടുത്തു. ഇതുമൊക്കെ കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായി എന്ന് വിചാരിക്കുന്നു. ടൂറിസത്തിൽ എങ്ങനെ ഒരു സംരംഭം തുടങ്ങാം എന്നതിനെക്കുറിച്ച് ടൂറിസം ഫീൽഡിലെ സംരംഭകരായ സനു പുതുപ്പറമ്പിൽ, അനിൽ അലക്സാണ്ടർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ITIയിലെ ടൂറിസം ക്ലാസുകൾ കൂടുതലും പരിശീലന അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വനിതാ വിംഗ് കുമളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംയുക്ത ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവും കേക്ക് മത്സരവും സംഘടിപ്പിച്ചു. കുമളി യൂണിറ്റ് പ്രസിഡന്റ് മച്ചോ കാരിമുട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുമസ് ന്യൂ ഇയറിന് മുന്നോടിയായാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വനിതാ വിംഗ് കുമളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംയുക്ത ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവും കേക്ക് മത്സരവും സംഘടിപ്പിച്ചത്. വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. മത്സരത്തിൽ വിജയിച്ചവർക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മച്ചോ കാരിമുട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാൽക്കൂട്ടിൽ പൂജാതനായ ഉണ്ണി യേശു ഈ ലോകത്തിന് ശാന്തിയും സമാധാനം നൽകുവാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ പൂജാതനായത്. അതുവരെ നിലനിന്നിരുന്ന മത അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടാണ് യേശുദേവൻ പൂജാതനായത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം ഈ നാട്ടിൽ നൽകുമ്പോൾ ഈ കാലയളവിൽ ഇതിന് വളരെയേറെ പ്രസക്തി വർദ്ധിച്ചു വരിക. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും അതിർപരപ്പും സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്തും എമ്പാടും ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടത്തുമ്പോൾ
കുടുംബങ്ങളിൽ സമാധാനം സൃഷ്ടിക്കപ്പെടുമ്പോൾ, നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുമ്പോൾ എന്ന് ക്രിസ്മസിന്റെയും ഈ അവസരത്തിൽ പ്രസക്തി വളരെയേറെ വർദ്ധിച്ചു വരികയാണ്. പരിപാടിയോടനുബന്ധിച്ച് വനിതാ വിംഗ് അംഗങ്ങൾ ചേർന്ന് ആലപിച്ച കരോൾ ഗാനം ഏറെ ശ്രദ്ധേയമായി. വനിതാ വിംഗ് കുമിളി യൂണിറ്റ് പ്രസിഡന്റ് കുസുമം ജോസ്, സെക്രട്ടറി ബിന്ദു ഷിജു, ട്രഷറർ ശൈലജ നൌഷാദ്, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ആൻസി ജെയിംസ്, ജില്ലാ സെക്രട്ടറി ഷീന സാജു, കുമിളി യൂണിറ്റ് സെക്രട്ടറി PN രാജു, വൈസ് പ്രസിഡന്റുമാരായ ജോസ് അഴകംപ്രയിൽ, VR ഷിജു, AV മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. കാഞ്ചിയാർ ലബക്കട JP ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS യൂണിറ്റും റെഡ് റിബൺ ക്ലബ്ബും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി അധ്യക്ഷത വഹിച്ച യോഗം മാനേജർ ഫാദർ ഇബ്രഹാം പാനിക്കുളങ്ങര CST ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർമാരായ മനു T ഫ്രാൻസിസ്, ടിജി തോമസ്, റെഡ് റിബൺ ക്ലബ്ബ് കോർഡിനേറ്റർ വിജയ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. രക്തദാനത്തിന്റെ ആവശ്യകതയെപ്പറ്റി ഇടുക്കി മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്ക് ചാർജ് വഹിക്കുന്ന ദിവ്യ വേണുഗോപാൽ ക്ലാസ് എടുത്തു. 50 യൂണിറ്റ് രക്തം വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിച്ചു. മലയോര ഹൈവേയിലേക്ക് വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. ഏലപ്പാറയ്ക്കും 4 മൈലിനും ഇടയിലാണ് വാഹന യാത്രികർക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തിൽ കാടുപടലങ്ങൾ ഹൈവേയുടെ ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്നത്. ഇതോടെ ഇവിടം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി. മലയോര ഹൈവേയുടെ വശങ്ങളാണ് കാടുപടലങ്ങൾ കൈയടക്കുന്നത്. ഏലപ്പാറയ്ക്കും 4 മൈലിനും ഇടയിലാണ് റോഡിലേക്ക് വൻതോതിൽ കാടുപടലങ്ങൾ വളർന്നു വരുന്നത്. ഇതോടെ ഇവിടം മാലിന്യ നിക്ഷേപ കേന്ദ്രമാവുകയാണ്. ഏലപ്പാറയിലെ വ്യാപാരശാലയിൽ നിന്നടക്കമാണ് മാലിന്യം ഇവിടെ തള്ളുന്നത്. കാടുപടലങ്ങൾ വലിയ തോതിൽ വളർന്നു നിൽക്കുന്നതിനാൽ മാലിന്യം നിക്ഷേപിക്കാൻ സാമൂഹിക വിരുദ്ധർക്ക് ഇത് കൂടുതൽ സൗകര്യം നൽകുന്നുണ്ട്. കാടുപടലങ്ങൾ റോഡിലേക്ക് വളർന്നു നിൽക്കുന്നത് വാഹന യാത്രികർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. 4 മൈൽ മുതൽ ഏലപ്പാറ വരെ സ്ഥിതി ഇത് തന്നെയാണ്. കാൽനടക്കാർക്ക് ഒട്ടും നടക്കാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെയാണ് അതിൻ്റെ മറവിൽ ഈ കാടിനുള്ളിൽ കൊണ്ട് വേസ്റ്റ് നിക്ഷേപിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവനും അയ്യപ്പ ഭക്തന്മാരുടെ തലയിൽ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. പുറത്തുനിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ ഈ കാട്ടിൽ വേസ്റ്റ് ഇടുന്നു എന്നുള്ളൊരു ആരോപണം ഉണ്ടാകുന്നുണ്ട്. സത്യത്തിൽ ഈ വേസ്റ്റ് ഇടുന്നത് പരിസരവാസികളും പരിസരത്തുള്ള കടയിൽ നിന്നുള്ള വേസ്റ്റുകളാണ്. അത് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അതുകൂടാതെ നമുക്ക് ഇതിന് സമാനമായ കൊച്ചി തേക്കടി ഹൈവേയുടെ ഭാഗമായിട്ടുള്ള ഉപ്പുതറ വാഗമൺ റോഡ്, ആ റോഡിലെ പുളിങ്കട്ട കുമരികുളം മുതൽ പുളിങ്കട്ട വരെയുള്ള ഭാഗം ഇതിന് സമാനമാണ്. വഴിയാത്രക്കാർക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയല്ല, യാത്ര ചെയ്യുന്നവരെ വാഹനങ്ങൾ വന്ന് തട്ടി ഉരസിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. പാതയുടെ പല ഭാഗത്തും ദിശാബോർഡുകളും മുന്നറിയിപ്പ് സൂചനാ ബോർഡുകളും കാടുപടലങ്ങൾ മൂടിക്കഴിഞ്ഞു. ശബരിമല സീസൺ ആയതോടെ നിരവധി അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. റോഡിലെ അപകട ഭീഷണി ഒഴിവാക്കുന്നതിനൊപ്പം മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടൻകവല നിവാസികളും മലർവാടി ക്ലബ് അംഗങ്ങളും എഴുകുമ്പയിൽ നാട്ടുകൂട്ടം പ്രവർത്തകരും നവകേരള സദസ്സിൽ നിവേദനം നൽകി. മലർവാടി പ്രദേശത്ത് പുതിയ ട്രാൻസ്ഫോമർ അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വോൾട്ടേജ് ക്ഷാമം മൂലം പ്രദേശത്തെ കർഷകരുടെ കാർഷിക ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനും വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനും നിലവിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് മലർവാടി പ്രദേശത്ത് പുതിയ ട്രാൻസ്ഫോമർ അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിൽപ്പെട്ട കുട്ടൻകവല മലർവാടി കൈപ്പനാടി പ്രദേശത്ത് 50ഓളം കുടുംബങ്ങൾക്ക് വോൾട്ടേജ് ക്ഷാമം മൂലം അവരുടെ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനോ പകൽ സമയങ്ങളിൽ കാർഷിക ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ച് പറമ്പിൽ മരുന്നടി പോലുള്ള പരിപാടികൾ നടത്തുന്നതിനോ സാധിക്കുന്നില്ല. ഈ വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി നിവേദനങ്ങൾ വൈദ്യുതി ബോർഡ് അധികൃതർക്ക് നൽകിയെങ്കിലും യാതൊരു നടപടിയും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അടിയന്തരമായി ഈ വിഷയം പരിഹരിച്ച് മേൽപ്പറഞ്ഞ പ്രദേശത്തെ വൈദ്യുതി ഉപഭോക്താക്കളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടി വൈദ്യുതി ബോർഡ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ച നിരവധി തവണ വൈദ്യുതി വകുപ്പ് അധികൃതർക്ക് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതോടെയാണ് നവകേരള സദസ്സിൽ വെച്ച പ്രദേശവാസികൾ നിവേദനം നൽകിയത്.
ഇതോടെ വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് വൈദ്യുതി ബോർഡ് അധികൃതർ നാട്ടുകാർക്ക് ഉറപ്പു നൽകി. ജോണി പുതിയപറമ്പിൽ, മെജോ മുണ്ടമറ്റം, ശ്രീജിത്ത് മരുതനാം കുന്നേൽ, ജോയിച്ചൻ കാക്കനാട്, സോണിച്ചൻ കുറ്റിയാനി തുടങ്ങിയവർ ചേർന്നാണ് നിവേദനം സമർപ്പിച്ചത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി 31 വർഷക്കാലമായി മൂന്നാറിൽ നടത്തിവരുന്ന എക്യുമെനിക്കൽ ക്രിസ്തുമസ് കരോൾ നടന്നു. മൂന്നാർ ക്രിസ്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗ്ലോറിയ 2023 എന്ന പേരിൽ നടന്ന പരിപാടിയിൽ മാർത്തോമാ സഭ സീനിയർ വൈദികൻ MC സാമുവൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. ലോകരക്ഷകനായ ഉണ്ണിയേശുവിന്റെ ജനനം അറിയിച്ചുകൊണ്ടുള്ള ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്നാറിൽ ഗ്ലോറിയ 2023 സംഘടിപ്പിച്ചു. മൂന്നാറിലെ ക്രിസ്ത്യൻ സഭാ സമൂഹങ്ങളായ മൗണ്ട് കാർമൽ ദേവാലയം, സെന്റ് തോമസ് മാർത്തോമ ദേവാലയം, CSI ക്രൈസ്റ്റ് ചർച്ച് തമിഴ്, സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച്, CSI ക്രൈസ്റ്റ് ചർച്ച് മലയാളം, സെന്റ് മൈക്കിൾസ് ചർച്ച് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 31 വർഷക്കാലമായി മൂന്നാറിൽ നടത്തിവരുന്ന എക്യുമെനിക്കൽ ക്രിസ്തുമസ് കരോൾ ഈ വർഷവും മൂന്നാർ ക്രിസ്ത്യൻ അസോസിയേഷൻ MCAയുടെ നേതൃത്വത്തിൽ ഗ്ലോറിയ 2023 എന്ന പേരിൽ നടത്തി. മൂന്നാർ CSI റവറൻ P സാമുവൽ മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടന്ന ഗ്ലോറിയ 2023 MCA പ്രസിഡന്റ് ഫാദർ മൈക്കിൾ വലിയിഞ്ചിൽ അധ്യക്ഷത വഹിച്ചു. മാർത്തോമാ സഭ സീനിയർ വൈദികനും പ്രശസ്ത വചന പ്രഘോഷകനുമായ ഫാദർ MC സാമുവൽ ക്രിസ്തുമസ് സന്ദേശം നൽകിയ ഗ്ലോറിയ 2023 വിശിഷ്ട അതിഥി മൂന്നാർ DYSP അലക്സ് ബേബി ക്രിസ്മസ് കേക്ക് മുറിച്ച ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. മഹാന്മാർ ജനിക്കുന്നത് കൊണ്ട് ആ ഇടം മഹത്വരമാവുകയാണ്. എങ്ങനെയാണ് ഈ പുൽക്കൂട്ട് ഇവിടെ എത്തിയത്? യേശുക്രിസ്തു പുൽക്കൂട്ട് ജനിച്ചതുകൊണ്ടാണ്. ഇവിടെ നിങ്ങളുടെ കഴുത വരെ നിൽക്കുന്നുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകതയാണ്. എല്ലാവരാലും തള്ളപ്പെട്ട, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട, കൊച്ചെന്ന് നമ്മൾ തോന്നുന്ന, ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങളെ മഹത്വകരമാക്കി തീർക്കുന്നു യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ ജീവിതം വളരെ സിമ്പിളാണ്. ഒരു ശിശുവായി ഈ ലോകത്തിൽ പിറന്നു. ശിശു എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും ലാളിത്യം, കീറ്റുശീലകൾ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഒരു ലളിതമായ ജീവിതമായിരുന്നു. നമ്മൾക്ക് എങ്ങനെ ഒരു ക്രിസ്ത്യാനിയായി ലോകത്ത് ജീവിക്കാം? പൗരോഹിത്യത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന മൂന്നാർ CSI ദേവാലയ വികാരി ഫാദർ നിതിൻ ബോസിന് മൂന്നാറിന്റെ ആദരവ് വിവിധ സഭാ വൈദികരും MCA സെക്രട്ടറി മോഹൻ C വർഗീസ്, ട്രഷറർ എബനേസർ സോളമൻ എന്നിവരും ചേർന്ന് നൽകി. ഫാദർ ജോസ് K മാത്യു പ്രാരംഭ പ്രാർത്ഥനയ്ക്കും ക്രിസ്തുമസ് കേക്ക് ആശീർവാദം ഫാദർ ഗീവർഗീസ് കാപ്പിലും അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് ഫാദർ അലക്സ് സാമുവലും നേതൃത്വം നൽകി. സിസ്റ്റർ ഡിൻസി മാത്യു, എബനേസർ സോളമൻ, മാസ്റ്റർ ജോഷുവ ഷാൽ എന്നിവർ ബൈബിൾ വചന വായനകൾ നടത്തി. വിവിധ ദേവാലയങ്ങളിലെ ഗായക സംഘങ്ങൾ അവതരിപ്പിച്ച കരോൾ ഗാനവും കലാകാരന്മാരുടെ മാർഗംകളി, ഗാന നൃത്താവിഷ്കാരം തുടങ്ങിയവയും ഏറെ ശ്രദ്ധേയമായി. പങ്കെടുത്തവരിൽ നിന്നും 15 ഭാഗ്യശാലികളെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാർഡമം ഗ്രൂവേഴ്സ് ഫോർ എവർ ഏലക്കാലയിലെ വിവരം. ആകലൂട്ട് 222, വിൽപ്പനയ്ക്ക് വന്നത് 49,871, വിൽപ്പന നടന്നത് 42,022. കൂടിയ വില 2,106, ശരാശരി വില 1,609. കട്ടപ്പന കമ്പോളം
കുരുമുളക് കിലോഗ്രാമിന് 583 രൂപ, ഏലം കൂടിയ വില 1600, ഏലം ശരാശരി വില 1200. കാപ്പിപ്പരിപ്പ് 235, ഗ്രാമ്പു 960, കൊക്കോ 55, റബ്ബർ 140. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5740 രൂപ, വെള്ളി 79. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇതാണ് പാചകകല. പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കണമെന്ന ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം. ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളിൽ എത്തുന്ന രോഗികളും മാസ്ക് ഉപയോഗിക്കണം. മാസ്ക് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും മുൻകരുതലായും രോഗവ്യാപനം തടയാനും ഉപയോഗിക്കണമെന്ന മുന്നറിയിപ്പ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. സമരം മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന അന്യായ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് പെനാൽറ്റി രാജാണെന്ന് നേതാക്കൾ. വണ്ടൻമേട് പുറ്റടി CHCയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ചതായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ്. നടപടി ഡോക്ടർമാരുടെ കുറവ് ഉൾപ്പെടെ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രിക്ക് മുൻപിൽ നടന്ന ജനകീയ സമരത്തിന് പിന്നാലെ ആരോഗ്യവകുപ്പ് അടിയന്തരമായി ആശുപത്രിയിൽ നിയമിച്ചത് 4 ഡോക്ടർമാരെ. രാജാക്കാട്ടിൽ അനുവദിച്ച ഫയർഫോഴ്സ് യൂണിറ്റിന്റെ നിർമ്മാണം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാമെന്ന് ഗ്രാമപഞ്ചായത്ത് അറിയിച്ചിരുന്നെങ്കിലും പദ്ധതി നടപ്പിലായില്ല. തോട്ടം കാർഷിക മേഖലയിൽ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഫയർഫോഴ്സ് എത്തുന്നത് കിലോമീറ്ററുകൾ അകലെയുള്ള മേഖലകളിൽ നിന്ന്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.